ഹലോ ഡിയേഴ്സ്, ഇന്നൊരു മിനി വ്ളോഗാണേ. അത് രാവിലെ തന്നെ സ്കൂളിൽ പോകുന്ന മക്കളുള്ള അമ്മമാർ രാവിലെ വട്ടം കറങ്ങുകയല്ലേ ചെയ്യുക. അതുപോലെ ചെറിയ കുട്ടികളും കൂടി ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, ചക്രം കറങ്ങുന്ന പോലെ കറങ്ങണം. അങ്ങനെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെതും. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവന് ഞാൻ ദോശയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പോലെ നെയ്യ് ചേർത്ത് ക്രിസ്പി ആക്കി കൊടുത്താൽ ആൾക്ക് കറിയൊന്നും വേണ്ട കേട്ടോ. ദോശ ഇഡ്ഡലി അവന് ഫേവറേറ്റ് ആണ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. കുളിപ്പിച്ച് ഒക്കെ ചെയ്തതിന് ശേഷം കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഡ്രസ്സ് ചെയ്യാറ്. അപ്പോൾ ഞാനും പാത്രമൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവന് ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും, കറിയും കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ അവൻ ആ കറി അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കൊടുത്തു വിടുന്നതാട്ടോ. ആദ്യമായിട്ടാണ് പച്ചപ്പയർ കൊണ്ടുപോകുന്നത്. ഇത് മതിയെന്ന് പറഞ്ഞിട്ടാട്ടോ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. സാധാരണ കോളിഫ്ലവറോ ഉരുളക്കിഴങ്ങോ സോയാബീനോ അങ്ങനെ എന്തെങ്കിലും ആട്ടോ കൊടുത്തു വിടാറ്. അങ്ങനെ ഇന്ന് അത് മതിയെന്ന് പറഞ്ഞതുകൊണ്ടാട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ ബാഗിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബാഗിലോ കവറിലോ ആക്കി കൊടുത്തു വിടണമെന്ന് പറയാറുണ്ട്. കാരണം പാത്രം കഴുകി ബാഗിലേക്ക് ഇടുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, അവർക്ക് അങ്ങനെ പോക്കി വെള്ളം ഒഴിവാക്കി വെക്കാനെന്നുള്ള ഇതില്ലല്ലോ, ചെറിയ കുട്ടികളല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു വിടാറട്ടോ. തലേന്ന് പുസ്തകം എടുത്തു വെക്കുന്നുണ്ടെങ്കിലും രാവിലെ ഒന്നും കൂടി നോക്കണം കേട്ടോ. നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം അവർക്ക് ചിലപ്പോൾ ഒന്നുണ്ട് തിരിച്ച് വെച്ച് കൊടുക്കില്ല. അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പീടിയെ പോയപ്പോൾ എന്തോ ഒന്ന് വാങ്ങാൻ കയറിയപ്പോൾ അവൻ ഇത് കണ്ട് വാശി പിടിച്ച് വാങ്ങിയതാട്ടോ. തോന്നെ ദിവസം കൊണ്ടാവുന്നുണ്ടാവില്ല, ഒരു ദിവസം കൊണ്ട് തന്നെ ടീച്ചർ കൊണ്ട് ചെല്ലണ്ടാന്ന് പറയും. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ ലേറ്റ് ആയപ്പോൾ പോയ വഴി തിരിച്ച് വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വിളിപ്പിച്ച് ഉണർത്തുകയാണെങ്കിലാണ് ബുദ്ധിമുട്ട്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ, ബ്രെഡും മുട്ട പൊരിച്ചതും. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മുട്ട പൊരിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. എന്നും ചപ്പാത്തിയും പത്തിരിയൊക്കെ അല്ല, അപ്പോൾ ഒന്ന് വെറൈറ്റി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഉച്ചക്കേക്കുള്ള മോര് കാച്ചിയതാട്ടോ. തേങ്ങ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ എന്നും സ്കൂളിലിട്ട് വരുമ്പോൾ റോഡുമ്പോൾ തന്നെ ചോദിക്കുക, അമ്മച്ചി എന്താ ഉണ്ടാക്കി വെച്ചത്, അല്ലോൻ എന്താ ഉണ്ടാക്കി വെച്ചതെന്നാണ് ചോദിക്കുക. അങ്ങനെ അതിന് വേണ്ടി ഇന്നൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഒരു പണി പാളിപ്പോയി. ഞാനൊന്ന് അലങ്കാരത്തിന് വേണ്ടി കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ടതായിരുന്നു. അത് പക്ഷേ അലങ്കോലമായിപ്പോയി. എടുക്കുമ്പോഴൊക്കെ അത് ഭയങ്കര ലൂസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ അപ്പോൾ ഒരു ചൊറുക്കുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതായിരുന്നു. പണി പാളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ അവനെ കൂട്ടാൻ പോയി. 4 മണിക്ക് 4:15 ആവട്ടം വരാൻ. 8:45 പോകുന്നത്, 4:15. അപ്പോൾ വരുന്ന വഴി എന്നോട് ചോദിക്കാതാട്ടോ എന്താ കൊണ്ടുവച്ചിട്ടുള്ളത്, എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഞാനപ്പോൾ എടുത്ത് നോക്കിയത് ഇപ്പോൾ അങ്ങനെ ആട്ടോ അവസ്ഥ. ബൂസ്റ്റ് പൊടിയൊക്കെ അലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലപോലെ ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ, സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് തന്നെ കഴിക്കാനുള്ളതല്ലെന്ന് വിചാരിച്ചിട്ട് അതൊരു ഇതായിട്ട് തോന്നി. അങ്ങനെ ആദ്യം അവനൊന്ന് തോണ്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തപ്പോൾ ആദ്യമൊക്കെ ഓക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എക്സ്പ്രഷൻ കാണിക്കാൻ പറഞ്ഞപ്പം പറഞ്ഞിട്ടുണ്ട് ബാഡാണെന്ന്. പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ഇതാട്ടോ അവസ്ഥ. നല്ല മഴയാണ്. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ്, മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്